ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് നല്ല മധുരത്തോട് കൂടിയിട്ട് സ്വാദോട് കൂടിയിട്ട് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് അധികം ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. ഒരു 4 പഴവും കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒന്നാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, നല്ല പതമുള്ളതാണ്, നല്ല മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ പഴം മേടിച്ചിട്ട് ചിലപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയും. തൊലി കറുത്തു, അപ്പോൾ അത് പഴുപ്പ് കൂടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് വെറുതെ കഴിക്കുമ്പോൾ ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലത്തെ സ്നാക്സുകളൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ആയാലും ഏത് പഴമായാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഒരു 4 ചെറുപഴം ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, പാളയംകോടൻ പഴം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, മിക്സിയുടെ ജാറിൽ തൊലി ഉരിഞ്ഞിട്ട് വെറുതെ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഞാനിത് നല്ലതുപോലെ ഒന്ന് ഫൈനാക്കിയിട്ട് പേസ്റ്റാക്കിയിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റില്ലേ, ആ പാക്കറ്റിലത്തെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ഗ്ലാസ്സോളം പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അളന്നിട്ടൊന്നല്ല, നമ്മുടെ ഏകദേശം ഒരു കണക്ക്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് പഞ്ചസാരയും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കിയിട്ട് ഞാനിതൊന്ന് അരച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ഏലക്കായയുടെ ആ സീഡ്സ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ഞാനിതൊന്ന് അരച്ച് കൊണ്ടുവരുന്നുണ്ട്, ഏലക്കായുടെ കുരു. എന്നിട്ട് ഇതിലേക്ക് ബൗളിലേക്ക് ഞാനൊന്ന് മാറ്റിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഒരു അരമണിക്കൂറോളം ഞാനിതൊന്ന് ഇളക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ അരമണിക്കൂറോളം മാറ്റിയിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വരാറാകുമ്പോഴേക്കും ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് വരാവുന്ന തരത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ ആ ഇളക്കി കൊണ്ടിരുന്ന ആ ടീസ്പൂണില്ലേ, ആ ടീസ്പൂണ് കൊണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുണ്ടായിട്ടുള്ള സ്പൂണുകൾ ഉണ്ടാവുമല്ലോ, കയ്യിലുകളോ വലിപ്പത്തിനനുസരിച്ച് എങ്ങനെ വേണം ചെയ്യാം. ഞാൻ ഈ ടീസ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ, ഇതേപോലെ. അപ്പോൾ ഒരു 4-5 എണ്ണം ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് മറച്ചിടാം കേട്ടോ. അപ്പോൾ ഏകദേശം മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, അതായത് ഫുള്ള് ഫ്ലെയിമിൽ ഇട്ടുണ്ട് വെച്ചിങ്ങനെ ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് മറച്ചിടാം. അപ്പോൾ അടുത്ത ഭാഗവും ഇതേപോലെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. എണ്ണയൊക്കെ നന്നായി മാറ്റിയിട്ട് നമുക്ക് കോരിയെടുക്കാം. അതുപോലെ നമുക്ക് എല്ലാതും ഞാനൊന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അത് ഇട്ടില്ല വെച്ചെങ്കിലും നല്ല പദം ഉണ്ടാവും. ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലതുപോലെ പദം വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മധുരം ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അത് പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ല പഴുത്ത പഴമായ കാരണം അത്യാവശ്യം മധുരമുള്ളത് കൊണ്ട് ഞാൻ 2 ടീസ്പൂണ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം മധുരം പഴത്തിനുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ ഒന്ന് മൊരിച്ചിട്ട് എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണ് വെച്ചെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.